ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. 2-3 ദിവസം മുന്നേ എടുത്തൊരു വീഡിയോൻ്റെ ഇൻട്രോ ആണ് ഇത് കണ്ട ഒരു കുക്കിംഗ് വീഡിയോയിനുള്ള ഇൻട്രോ ആയിട്ട് തോന്നില്ലായിരിക്കും. കാരണം ഞാൻ വീഡിയോ എടുത്ത ഇൻട്രോന് സൗണ്ട് ഇല്ലാന്ന് ഞാൻ ഇന്ന് അത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് റിയലൈസ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് മൈക്ക് യൂസ് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തതാണ്. മൈക്കൊക്കെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചാണ്. അപ്പോൾ അത് ഇന്ന് ഞാൻ ഇപ്പോൾ ക്ലിനിക്കിൽ നിന്ന് വരുന്ന വഴിക്ക് ബസ്സിലിരുന്ന് എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലായി അതിന് സൗണ്ട് ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടാമത് അതേ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഇൻട്രോ എടുക്കാൻ വന്നതാണ്. എൻ്റെ കസിൻ ഉണ്ട് ഇവിടെ. ഫോൺ വാമാക്കിയപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ വെറുതെ എടുത്തതാണ്, ഓൻ എടുത്തന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടുപോവാ. ഇന്ന് എനിക്ക് ക്യാമറാമാനായിട്ട് ഇവിടെ ഒരാളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ധൈര്യമായിട്ട് വ്ളോഗ് എടുക്കണേ. അപ്പുണ്ണി ഉണ്ട് ഇവിടെ നിന്ന്. ഇത് എൻ്റെ കസിനാണ്. അപ്പോൾ ക്യാമറാമാനെ കിട്ടിയതുകൊണ്ട് നമ്മളിന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ശരി. വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിക്കുന്നുണ്ട്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാവരും മിക്സിയിലല്ലേ അരയ്ക്കുക, പക്ഷെ ഞാനിത് പ്രൊഫഷണലായിട്ട് ഈ സാധനത്തിലിട്ട് ഇടിക്കും. ഇതാണ് കുറച്ചുകൂടി നല്ലതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സാധനം കുറച്ച് ട്രഡീഷണൽ പീസായിട്ട് ഇത് യൂസ് ചെയ്യാനുള്ളൊരു തരമുകൊണ്ടാണോ അറിയില്ല, ഇവരൊക്കെ മിക്സിയിൽ അരയ്ക്കും, പേസ്റ്റ് ആക്കും. പക്ഷെ ഞാനിതിലിട്ട് ഇടിക്കും, വെറുതെ എന്തെങ്കിലും ഒരു വെറൈറ്റിക്ക്. ഇനി ഇത് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അമ്മേ ഇതിൽ ഞാൻ കാണിച്ചോ, ഇതിൽ ഒരു 10 വെളുത്തുള്ളി ഉണ്ട്, ഒരു ഇത്ര പോകുന്ന ഇഞ്ചി ഉണ്ട്. അത് ഞാൻ വേറെ ക്ലിപ്പ് കാണിച്ചു തരാം. അത് രണ്ടും കൂടി ഞാൻ കുറച്ച് നേരം ചതച്ചിട്ട് ഇനി വെറുതെ ജസ്റ്റ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്താലും മതി. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് വേഗം കരിഞ്ഞു പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് ഇപ്പം തന്നെ നല്ല മണം വരും കഴിച്ച്. അപ്പോൾ ഇനി ഉള്ളിട്ട് കൊടുക്കാം. അയ്യോ, ഇതാ പച്ചമുളക് ഉണ്ട്, കുറച്ച് ഉണങ്ങിയ പച്ചമുളകാണ്, പക്ഷെ കുഴപ്പമില്ല. പച്ചമുളകും പിന്നെ 3 സവാള ഉണ്ട് ഇതിൽ. 3-4 ഒക്കെ ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ 3 വലിയ സവാള എടുത്തിക്കണേ. വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടെടുക്കാം. ഈ വ്ളോഗ് എടുത്ത് കഴിയുമ്പോഴേക്കും അപ്പുണ്ണി ചിക്കൻ വയ്ക്കാൻ പഠിക്കും, ചിക്കൻ കറി വയ്ക്കാൻ. ഇനി ഇത് അതിനെ കാണിച്ചോ. ഇനി ഇത് കുറേ നേരം ഇങ്ങനെ ഇട്ട് വാട്ടിക്ക്, എത്ര അത് വാടി കിട്ടിയാലും മതിയാവില്ല. ചിക്കൻ ഈ ഉള്ളി നല്ലോണം വാടിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, അതിങ്ങനെ ഗ്രേവിയിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് നല്ല ഉടഞ്ഞു വരണ വരെ ഇത് വാടിയിട്ട്. ഞങ്ങളെ കരിവേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടി പോവാ. എടാ എൻ്റെ ഫോണുണ്ടോ? ഉണ്ടോ? എന്നാൽ അത് കൊണ്ടാ. ഫ്ലാഷ് കണ്ണ് കാണാനില്ല, ലൈറ്റില്ല. ലൈറ്റ് ഇട്ടാൽ മതിയായിരുന്നു ഇവിടെ. അയ്യോ, ഇതിൽ ഫ്ലാഷ് എവിടെ? അടുക്കള പൊളിച്ചിട്ടിരിക്കുകയാണ് കൈസ്. ഞങ്ങളുടെ പുതിയ കബോർഡ്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് കണ്ടോ ഇതായി കിടക്കണതൊക്കെ അടുക്കള പൊളിച്ചിട്ട് അടുക്കളയാണ്. ഇവിടെ തവളടിയും പാമ്പിൻ്റെയും ശല്യം അത്യാവശ്യം ഉള്ളത് കൊണ്ട് ശ്രദ്ധിച്ച് പോവാം നമുക്ക്. നോക്കിവാ. ഇതാണ് ഞങ്ങളെ കരിവേപ്പിൻ്റെ മരം. ഇവിടെ പൊട്ടിച്ച് ഒരുപാട് വെക്കില്ല, അപ്പോൾ പെട്ടെന്ന് വാടിപ്പോവും. ആവശ്യത്തിന് ഇങ്ങനെ പൊട്ടിക്കും, ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. നോക്കണേ, ഫ്രഷ്ലി പ്ലഗ്ഡ് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചതുകൊണ്ട് കുറച്ച് വാടിയിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി വാടട്ടെ ഉപ്പിട്ടിട്ട്. ഈ ഫ്രഷ് കരിവേപ്പിൻ്റെ ഇല പൊട്ടിക്കുമ്പോൾ എന്ത് വേണം, ബാംഗ്ലൂരാകുമ്പോഴേ കാണിച്ചെടുക്കേ, ബാംഗ്ലൂരാകുമ്പോഴേ ഈ സാധനം ഞങ്ങൾ പോണ സമയത്ത് കുറേ നല്ലപോലെ കവറിൽ കെട്ടി മുത്തശ്ശൻ തന്നയക്കും. പക്ഷെ ഒരു 3-4 ദിവസമൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കുള്ളൂ, പിന്നെ വാടിയ കരിവേപ്പിൻ്റെ ഇല യൂസ് ചെയ്യും. അപ്പം ഞാൻ വിചാരിക്കും ഇവിടെ ആണെങ്കിൽ ഇപ്പം എത്ര ഫ്രഷ് ആയിട്ട് കിട്ടിയിരുന്നു. നിങ്ങളവിടെ കരിവേപ്പിൻ്റെ ഇല വാങ്ങുക ചെയ്യാം, കടയിൽ നിന്ന് വാങ്ങുക ചെയ്യാം? സാഡ്. അവിടെ ഉണ്ടോ പറിക്കാൻ?
എൻ്റെ നൂറുടെ ഒക്കെ വീട്ടിലൊക്കെ കരിവേപ്പിൻ്റെ പൈസ കൊടുത്ത് വാങ്ങുക ചെയ്യുക. അപ്പം എനിക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം എൻ്റെ വീടിൻ്റെ 4 പുറം കരിവേപ്പിൻ്റെ മരങ്ങളാണ്. പൈസ കൊടുത്ത് വാങ്ങണ കാര്യം ആലോചിക്കാനേ വയ്യ. ഇനി കുറച്ചുകൂടി അടച്ചു വെക്കട്ടെ. അയ്യോ ഇതിവിടെ കുടുങ്ങി, ഇത് കുടുങ്ങി അമ്മ. സാഗക്കൂടെ ജഗപകയാണ് ഇവിടെ. ഇതിപ്പോൾ അത്യാവശ്യം വാടി കണ്ടോ, നല്ലോണം വാടി വന്നു. ഇനി കുറച്ചുകൂടി വാടണം. പക്ഷെ അപ്പോഴേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് കിടന്ന് വാടട്ടെ. തക്കാളി 2 വലിയ തക്കാളിയും 1 ചെറിയ തക്കാളിയാണ് ഞാൻ ഇട്ടുന്നത് കേട്ടോ. ഇത് രണ്ടും കൂടിയും ഒന്ന് മിക്സാക്കി അടച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി വാടി സെറ്റാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ലോണം ഉടഞ്ഞു ഗൈസ്. നോക്ക്, ഇത് കാണാനുണ്ടോ, എല്ലാം വാടിയില്ലേ. കുറച്ചുകൂടി വേണമെങ്കിൽ വാടാം. പക്ഷെ ഞങ്ങൾക്ക് അത്ര ടൈമില്ല. ഇവനെ കടന്നുറങ്ങാൻ വേണ്ടി പോകണം. അതുകൊണ്ട് ഇനി ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ആദ്യം അയ്യേ ഇത് മഞ്ഞപ്പൊടി അല്ലേ, മാറി എടുത്തുറന്നത് മാറി. വെയിറ്റ് ചെയ്യാൻ, ഞാൻ മഞ്ഞപ്പൊടി എടുക്കട്ടെ. അമ്മേ മഞ്ഞപ്പൊടി കിട്ടി. ഇവിടെ അടുക്കള പൊളിച്ചിട്ടിരിക്കണോണ്ടേ ഓരോന്നും ഓരോ സ്ഥലത്താ. മഞ്ഞപ്പൊടി ഇതാ ഈ സ്പൂണിലേക്ക് അളവ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ അറിയില്ല. ഈ ഒരു സ്പൂണിൽ ഒരു അര സ്പൂണൊക്കെ ഇട്ടോ. അര ടേബിൾ സ്പൂണാ ടീസ്പൂണാ ചെറിയത് ഏതാ? ടേബിൾ സ്പൂണാ ടീസ്പൂണാ ചെറുത്? അറിയില്ല അല്ലേ. ചെറിയ സ്പൂൺ ഏതാണോ അതിൻ്റെ ഒരു അരയൊക്കെ മതിയാവും. ആ പിന്നെ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇടണം കേട്ടോ. കാരണം പച്ചമുളക് നല്ല എരിവുണ്ട് പറഞ്ഞു വല്യമ്മ. അയ്യോ സോറി, ചിക്കൻ മസാല എല്ലാം തലതിരിയാണല്ലോ. കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 സ്പൂൺ ഇട്ടോ. നല്ല എരിവ് വേണ്ടവർ അതിനനുസരിച്ച് കൂടുതൽ ഇട്ടോ. അത് 1 സ്പൂണായില്ലേ? ആ മതി, ഇത്രയും മതി. ഒരു 1-1.5 ഒക്കെ ഇട്ടാൽ മതിയേ. പച്ചമുളക് ഇട്ടതുകൊണ്ടാണ്. സാധാരണ പച്ചമുളക് ഇടാറില്ലാത്തപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഇടും. എനിക്ക് കുറേ എരിവാ ഇഷ്ടം, സ്പൈസിയാ ഇഷ്ടം. അത്യാവശ്യം എരിവ് ഉണ്ടാവും എന്ന് തോന്നുന്നു കണ്ടിട്ട്. എരിവ് കൂടിയാൽ ഇപ്പോൾ നമ്മൾ ചിക്കൻ കറിയുടെ പേര് മാറ്റി നമ്മൾ തേങ്ങാപ്പാൽ ചിക്കൻ കറി ആക്കും. ഒരു ആവേശത്തിന് കുറച്ചധികം ഇട്ടു എന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. പിന്നെ ചിക്കൻ മസാല ഇതിനും എരിവ് ഉണ്ടാവും, അതാ പ്രശ്നം. ചിക്കൻ മസാല 2 സ്പൂൺ ഇട്ടോ. 1, 2. ഈ അളവുകൾ പറഞ്ഞു തരാനാണ് എനിക്ക് അറിയാത്തത്. കാരണം ഞാനിങ്ങനെ തോന്നണ പോലെ ഇങ്ങനെ ഇടും. കണ്ണിനൊരു കുളിർമ കിട്ടണവരെ ഇട്ടിട്ട് കറക്റ്റ് എന്ന് തോന്നുമ്പോൾ നിർത്തും. പിന്നെ ഈ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ പിന്നെ ലാസ്റ്റ് ഇടുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും. പക്ഷെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റിനൊന്നും ഡിഫറൻസ് ഒന്നും വരില്ല. അപ്പോൾ എരിവ് കൂടിയ പ്രശ്നമില്ലല്ലോ. ചെറുതായിട്ടൊരു ഭയം. ബെസ്റ്റ്. ഗരം മസാല ഓൾമോസ്റ്റ് കഥം ആയിട്ടുണ്ട്. നമുക്കുള്ള ചിക്കൻ കറിക്കുള്ള ഗരം മസാല മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മൊത്തം ഇട്ട് കൊടുക്കുക. ഇത് ഏകദേശം ഒരു 1/2 സ്പൂണ് അല്ല, ഒരു 3/4 സ്പൂണൊക്കെ ഉണ്ടാവും. ഇത് കാണാനുണ്ടോ? അത്രയും. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കണ ചിക്കൻ മസാല. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവും കേട്ടോ. വാങ്ങണ ചിക്കൻ മസാല നമ്മൾ വാങ്ങാറില്ല. ഇവിടെ തന്നെ സാധനങ്ങൾ വെച്ച് പൊടിച്ച അമ്മമ്മ ഉണ്ടാക്കാറാണ്. ഇനി ഇത് നമ്മളിട്ടില്ലേ ക്യുമിൻ? ഇല്ലല്ലോ. പിന്നെ ഇത് കണ്ടോ, കാണണ്ടോ, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഇത് വാങ്ങണതാണ്. ഇത് കുറച്ചിട്ടാൽ മതി. ഒരു 1/4 സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. വെരി കുറച്ച്, ഇത്രയും മതി. ഇനി ഇത് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് അടച്ച് വെക്കാം. അപ്പം ചിക്കനിന് ഓൾറെഡി കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഇത്രയേ ഉള്ളൂ സംഭവം ഏകദേശം. ഇനി പിന്നെ ലാസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് തിളയ്ക്കുമ്പോൾ കുറച്ചുകൂടി പൊടിക്കൈകൾ ആഡ് ചെയ്യും. അത് ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ പറയാം. ചിക്കൻ എടുത്തിട്ടെ ഉണ്ടോ? ചിക്കൻ ഇത് എത്ര ഉണ്ട് എനിക്കറിയില്ല. ഈ ചിക്കൻ ഇതിക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ്. എന്തായാലും കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും. കുറച്ച് വെള്ളം നിന്ന് ഇറങ്ങും, കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ ആ വെള്ളം ഒഴിക്കണത് എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കണേ. തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ശരിയില്ലായുണ്ട്. ഇത് മറ്റേ വീണാസ് കറി വേൾഡിലെ ഒരുവിധം എല്ലാ കുക്കിംഗ് ചാനൽസിലെ ആൾക്കാരും പറയാറുണ്ട്. അപ്പം ഞാനും അങ്ങനെയാണ് ചെയ്യാറ്. പ്രൊഫഷണലായിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. ഇത് മിക്സ് ആക്കിയിട്ട്
ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ഉള്ളിക്ക് വേണ്ട കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളൂ. ഉപ്പ് ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ഉപ്പ് കുറച്ച് കൂടുന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര പേടിച്ചിട്ട് ഉപ്പ് ഇടുള്ളൂ. ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഇത് കുറച്ചധികം നേരം അടച്ച് വെക്കേണ്ടി വരുവേ. സിമ്മിലിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ സ്റ്റൗവിലുണ്ടാക്കുമ്പോൾ സിമ്മിലിട്ട് മതി. ഞാൻ ഇതിലായതുകൊണ്ട് ഞാനൊരു 350 ഇട്ടിട്ട് അടച്ച് വയ്ക്കും. അപ്പോൾ തന്നെ പെട്ടെന്ന് ഇറങ്ങി വരും, വെള്ളം ഇറങ്ങി വരും. അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ ഗൈസ്, മല്ലിപ്പൊടി ഇടാൻ മറന്നിട്ടോ. അത് നേരത്തെ പറയാൻ പറഞ്ഞു. മല്ലിപ്പൊടി ഇടണേ. ഈ സ്പൂണിൽ 1 സ്പൂണ്. അപ്പോൾ അത് 1 സ്പൂൺ തന്നെ ആയിരിക്കും. 1 സ്പൂൺ മല്ലിപ്പൊടി. സാധാരണ എല്ലാവരും ഇവിടെ മുത്തശ്ശനൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കുറേ മല്ലിപ്പൊടി ഇടും. ഓരോരുത്തരുടെ സ്റ്റൈലാണ്. ഞാൻ എന്തായാലും 1 സ്പൂൺ ഇടാറുള്ളൂ. അപ്പോൾ നേരത്തെ ഇട്ടതിൻ്റെ ഇടയിൽ കൂടെ ഈ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് അടച്ചേക്കണേ. ഇപ്പോൾ കണ്ടോ, ഇത്രയും വെള്ളം ഇതിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. മതി. കുറേ ടൈം വെച്ച് ഞാൻ സാധാരണ എല്ലാം ഭയങ്കര സ്ലോ ആയിട്ട് ഉണ്ടാക്കും. പക്ഷെ ഇന്ന് ടൈമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് എത്ര വെള്ളം വേണം അതിനനുസരിച്ച് ചൂടുവെള്ളമാണ് ഞാൻ കെറ്റിൽ നിന്ന് ചൂടാക്കിയിട്ട് വെള്ളം ഒഴിച്ചു. കുറച്ചുകൂടി വേണ്ടി വരും, ബിക്കോസ് പൊറോട്ടയാണ്. അത്യാവശ്യം ചിക്കൻ ഉണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. നല്ല ഗ്രേവി, അത്രയും വെള്ളമില്ലാണ്ട് കുറുകി ഉണ്ടാക്കാനാണെങ്കിൽ മസാല അനുസരിച്ച് കുറയ്ക്കാം. പിന്നെ നല്ല ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇപ്പം നമ്മൾ ഇട്ടതിനേക്കാൾ കുറച്ചുകൂടിയൊക്കെ മസാല ഇടും ചെയ്യാം കേട്ടോ. പക്ഷെ ചൂടുവെള്ളം ഒഴിക്കണേ. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഈ ചിക്കൻ വേവണ വരെ ഇങ്ങനെ ഇരിക്കട്ടെ. മല്ലിയില അല്ലെങ്കിൽ മല്ലിയില ലാസ്റ്റ് ആയിട്ടുള്ളൂ. ഈ കരിവേപ്പിൻ്റെ ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്തോട്ടോ. എനിക്ക് ഈ കരിവേപ്പിൻ്റെ ഒരു ഭ്രാന്തുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ, നല്ല നാടൻ ടേസ്റ്റ് വരില്ലേ. അപ്പോൾ അതുകൊണ്ട് നീ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ആവട്ടെ. വെള്ളം അത്യാവശ്യം വെച്ചിപ്പോൾ 2 കപ്പൊക്കെ അല്ല 1 കപ്പൊക്കെ വെച്ചിട്ടുണ്ടാവും. യാതൊരു സമയങ്ങൾ ആനന്ദകരമാക്കാൻ അമ്മ നമുക്ക് നന്നാരി സർബത്ത് തന്നിട്ടുണ്ട്. നല്ല ചൂടില്ലേ സത്യം പറഞ്ഞാൽ, നല്ല ചൂടില്ലേ ഗൈസ്. ഇവൻ +2 കഴിഞ്ഞിട്ട് വെക്കേഷന് വേണ്ടി വന്ന. അപ്പോൾ കോട്ടയത്തുള്ള ചെക്കനാണ്. ഞാൻ ഈ ഡ്രസ്സിലിട്ടാണ് എനിക്ക് ചൂടെടുക്കണമല്ല. വേറൊരു ഡ്രസ്സും എൻ്റെ കംഫർട്ട് മാക്സികളൊന്നും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം തിരുമ്പി മുകളിലിട്ടുള്ളതുകൊണ്ട് ഞാനത് വലിച്ചു കയറ്റിയതാണ്. അല്ലാണ്ട് ഈ ഫുൾ സ്ലീവ് ഒന്നും ഈ ചൂടുകാലത്ത് കിടക്കാൻ എനിക്ക് പ്രാന്തില്ല. മിക്കവാറും ഉറങ്ങണതിന് മുന്നേ ഞാൻ എന്തെങ്കിലും മാക്സി എടുത്തിട്ട് കിടക്കും. ഈ ചിക്കൻ വെന്ത് കിട്ടണവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ചിക്കൻ ഓൾമോസ്റ്റ് സെറ്റായി. ഇങ്ങനെ തിളച്ച് വരുന്ന ടൈമിലല്ലേ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് സാധാരണ കുറച്ചധികമൊക്കെ ഇടാറുണ്ട് ഞാൻ. പക്ഷേ ഓൾറെഡി ഞങ്ങൾ മുളക് പൊടി ഇട്ടത് കുറച്ച് കൂടിയതുകൊണ്ട് ഇടാൻ. ഇവിടെ ആർക്കും അത്ര എരിവ് ഇഷ്ടമല്ല. കുറച്ചുകൂടി ഇടാം. നിങ്ങൾക്ക് എരിവ് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഇത് കുറച്ചിട്ടോട്ടോ. ഈ തിളച്ച് വരുന്ന ടൈമിൽ സാധാരണ ഗരം മസാലയും കൂടി ഇടാറുണ്ട്. പക്ഷേ ഗരം മസാല കഴിഞ്ഞു. നേരത്തെ പാത്രം ഞാൻ കാലിയാക്കിയല്ലോ, അതുകൊണ്ട് ഗരം മസാല ഇടുന്നില്ല. കുറച്ചിട്ടാൽ മതി കേട്ടോ. അതൊരു 1/2 സ്പൂൺ 1/4 സ്പൂൺ. പിന്നെ മല്ലിയില ഇതൊന്ന് മിക്സാക്കി ഇത് 2 ഇട്ടിട്ട് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. ഈ മല്ലിയില ഇട്ടിട്ട് ഒരുപാട് നേരം തിളച്ച് കുക്കാക്കണ്ട. അപ്പോൾ അതിൻ്റെ ഒരു വേറെ ടേസ്റ്റാകും. ഇതിപ്പോൾ ഫ്രഷ് ആയിട്ട് ഇടുമ്പോൾ വേറെ പ്രത്യേക ടേസ്റ്റാകും. ഇതൊന്ന് 2 തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. ഓക്കെ ഇപ്പോൾ വല്യമ്മയ്ക്ക് സാധനം റെഡി ആയിട്ട് ഇനി പപ്പു കൊണ്ടേ കൊടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വരും. വല്യമ്മയ്ക്ക് മരുന്നൊക്കെ കഴിക്കാറുണ്ട്. വല്യമ്മ ഫുഡ് നേരത്തെ കഴിക്കും. ഇതിപ്പോൾ ഓൾറെഡി ലേറ്റാണ്, ഉറങ്ങേണ്ട സമയമായി. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഇങ്ങനത്തെ ലേറ്റ് ആൾക്കാരാണ് വല്യമ്മയ്ക്ക് അറിയാം. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരും രണ്ടാമത്. ഇവിടെ അടുത്ത് തന്നെയാണ്. എന്തേ ആ ഓക്കെ. അടച്ചൊക്കെ വിട്ടിട്ട് റോട്ടിൽ കൂടെ പോണേ. എന്തേ ഓ വല്യമ്മയ്ക്ക് കൊണ്ടേ കൊടുത്തിട്ട് പോയിട്ടോ? ആ ഓ ഇത്ര വേഗം വന്നോ ഗൈസ്? അപ്പുണ്ണി തിരിച്ചെത്തി. നമ്മൾ ഈ ഭക്ഷണം കഴിക്കാൻ പോവാണ്. വി ഹാവ് പത്തിരി ആൻഡ് പൊറോട്ട രണ്ടും വാങ്ങിയതാണ്. എനിക്ക് ചോറ് മതി. പത്തിരി ഉണ്ടായിരുന്നടാ, അതെനിക്ക് ഓർമ്മ ഉണ്ടായില്ല. വല്യമ്മയ്ക്ക് പത്തിരി വേണോ ചോദിക്കാൻ വിട്ടു. സാരില്ല. ആണോ? അതെന്തേ ലേറ്റ് ആയില്ലേ? കഴിക്കാൻ തുടങ്ങിയ എന്നാ കഴിക്കല്ലേ?
അപ്പു ഒരു പൊറോട്ട ഫാനാണ്, അതുകൊണ്ട് ഞങ്ങൾ പൊറോട്ട തിന്നത്. ഞാൻ പൊറോട്ട ഫാനാണ്, പക്ഷെ പൊറോട്ട കഴിച്ചായിട്ട് വയറ് വേദനിക്കും, അതുകൊണ്ട് ഞാൻ പൊറോട്ടയും കഴിക്കണില്ല. എനിക്ക് ചോറാണ് ഇപ്പം ഇഷ്ടം. ആ, ചോറും രസവും ചിക്കൻ കറിയും ഒരു നല്ല കോമ്പിനേഷൻ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അപ്പുണ്ണി ചിക്കൻ കറി കഴിച്ച് നോക്കിയിട്ട് ആ ചെയറിലിരുന്നു. ഈ ചെയറിനൊരു പ്രശ്നമുണ്ട്, അതിലിരുന്നോ? ഊത്ത് ഊത്ത്. വെന്തിട്ടൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. വല്യമ്മക്ക് ലേറ്റ് ആവോ വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ ഇങ്ങനെ മെല്ലെ ഒരു സ്ലോ കുക്കിങ്ങിന്റെ ആളാണ് ഞാൻ. വീഡിയോ കട്ട് ചെയ്യുമ്പോ മാറ്റി പറയില്ലല്ലോ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ആസ് യൂഷ്വൽ എൻ്റെ ചിക്കൻ കറി കൊള്ളാമെന്ന് പറഞ്ഞു. സോ ഗൈസ്, സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയണം എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയണം. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ചുകൂടി മല്ലിയില ഇട്ടുവേ. പിന്നെ നിങ്ങൾക്ക് എരിവ് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടതിനൊക്കെ കുറച്ചുകൂടി കൂടുതൽ കുരുമുളക് പൊടി ഇട്ടോ എന്നാണ് എൻ്റെ ഒരു സജഷൻ. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടോ, നമ്മുടെ കഴിഞ്ഞോണ്ടാണ് ഇടാതിരുന്നത്. പിന്നെന്താ, ലാസ്റ്റ് ഞാൻ കുറച്ചുകൂടി മല്ലിയില ഇട്ടു, കാരണം ഞാനൊരു മല്ലിയില ഫാനാണ്. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെലയും കൂടി ഇട്ടു. അപ്പം അത്രേ ഉള്ളൂ. സിമ്പിളല്ലേ, സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കാൻ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അമ്മയും കൂടി തിന്നോക്കിയിട്ട് പറയണ കേൾക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. കാണാൻ മാത്രമല്ലടാ, അമ്മ എൻ്റെ ഒരു ചിക്കൻ കറിയുടെ ഫാനല്ലേ, അങ്ങനെയൊക്കെ ഞാൻ പറയായിരുന്നേ. അമ്മ പത്തിരി കഴിക്കണം, അമ്മയ്ക്കുണ്ട് ഈ വയറിന് പൊറോട്ട പ്രശ്നം. സോ ഓക്കെ 1 ഓക്കെ 2. അപ്പോൾ ഗൈസ് പറഞ്ഞ പോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലെറ്റ് മീ നോ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ബൈ.